എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇനി വരാനിരിക്കുന്ന ഡിഗ്രി പ്രിലിംസ്, 10th പ്രിലിംസ് തുടങ്ങിയ എക്സാമുകൾക്കെല്ലാം ഉപകാരപ്പെടുന്ന 2026 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം: കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൗമ്യൻ സെൻ. ജസ്റ്റിസ് സൗമ്യൻ സെൻ ആണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്. 18ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യ. ഇന്ത്യയാണ് 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി. 2024 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ശാരദ. ശാരദയാണ് 2024 JC ഡാനിയൽ പുരസ്കാര ജേതാവ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 18ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് എസ് ഹരീഷ്. എസ് ഹരീഷാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 18ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത്. നോവൽ പട്ടുനൂൽ പുഴു. 2026 ഏതൊക്കെ അന്താരാഷ്ട്ര വർഷങ്ങളായി ആചരിക്കാനാണ് UN തീരുമാനിച്ചത്? 2026 ഏതൊക്കെ അന്താരാഷ്ട്ര വർഷങ്ങളായി ആചരിക്കാനാണ് UN തീരുമാനിച്ചത്? 1. സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം. 2. അന്താരാഷ്ട്ര കർഷക സ്ത്രീ വർഷം. 3. മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം. 1. സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം. 2. അന്താരാഷ്ട്ര കർഷക സ്ത്രീ വർഷം. 3. മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം. 2026 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ. കണ്ണൂർ. കണ്ണൂരാണ് 2026 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ. വേദി തൃശ്ശൂരായിരുന്നു. 2ാം സ്ഥാനം തൃശ്ശൂർ, 3ാം സ്ഥാനം കോഴിക്കോട്. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുന്ന നാസയുടെ ചാന്ദ്രദൗത്യമായ ആർടെമിസ് 2 നടത്തുന്ന രാജ്യം അമേരിക്ക. അമേരിക്കയാണ് മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുന്ന നാസയുടെ ചാന്ദ്രദൗത്യമായ ആർടെമിസ് 2 നടത്തുന്ന രാജ്യം. 2026 ജനുവരിയിൽ കേരളത്തിൻ്റെ സംസ്ഥാന സൂക്ഷ്മജീവിയായി പ്രഖ്യാപിച്ചത് ബാസിലസ് സബ്റ്റിലിസ്. ബാസിലസ് സബ്റ്റിലിസ് ആണ് 2026 ജനുവരിയിൽ കേരളത്തിൻ്റെ സംസ്ഥാന സൂക്ഷ്മജീവിയായി പ്രഖ്യാപിച്ചത്. സ്വന്തമായി ഒരു ഔദ്യോഗിക സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഡീഡ്വ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയ്ക്ക് സഹായം നൽകിയ ഇന്ത്യയുടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേര് ഓപ്പറേഷൻ സാഗർ ബന്ധു. ഓപ്പറേഷൻ സാഗർ ബന്ധു ആണ് ഡീഡ്വ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയ്ക്ക് സഹായം നൽകിയ ഇന്ത്യയുടെ രക്ഷാപ്രവർത്തനം. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികച്ച സംഭാവനകളെ അടിസ്ഥാനമാക്കി നൽകുന്ന കേരള ശാസ്ത്ര പുരസ്കാരം 2024 ലഭിച്ചത് ആർക്ക്? ഡോക്ടർ ടെസി തോമസ്. ഡോക്ടർ ടെസി തോമസിനാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികച്ച സംഭാവനകളെ അടിസ്ഥാനമാക്കി നൽകുന്ന കേരള ശാസ്ത്ര പുരസ്കാരം 2024 ലഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി കോർണിയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ജില്ലാതല സർക്കാർ ആശുപത്രി തിരുവനന്തപുരം ജനറൽ ആശുപത്രി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയാണ് ഇന്ത്യയിൽ ആദ്യമായി കോർണിയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ജില്ലാതല സർക്കാർ ആശുപത്രി. 2025 55ാമത് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാള നടൻ മോഹൻലാൽ. മോഹൻലാലാണ് 2025 55ാമത് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാള നടൻ. 2026 മാർച്ചിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്താണ് 2026 മാർച്ചിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് 2025 നവംബർ 1. 2025 നവംബർ 1 ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ആക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ആർദ്രം. ആർദ്രം പദ്ധതിയാണ് സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ആക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി. 2027 അന്താരാഷ്ട്ര AI ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദി ജനീവ. ജനീവയാണ് 2027 അന്താരാഷ്ട്ര AI ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദി.
യുനെസ്കോയുടെ 2027 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം. മെഡലിൻ. മൊറോക്കോയിലെ മെഡലിൻ ആണ് യുനെസ്കോയുടെ 2027 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം. ഇനി വരാനിരിക്കുന്ന എക്സാമുകൾ എല്ലാം പാസ്സാകാൻ ഉപകാരപ്പെടുന്ന ഷോർട്സ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഷോർട്സിൽ ഉള്ളത് കൂടി നോക്കിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. താങ്ക് യു.